പലപ്പോഴും കുട്ടികളെ പേടിപ്പിക്കുന്ന ഒരു കാര്യവും ഇതാണ്. ഞാൻ എൻ്റെ പാസ്റ്റിലുള്ള ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അല്ലെങ്കിൽ ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇപ്പോൾ ഈ വ്യക്തിയാണ് ഞാൻ മാരി ചെയ്യുന്നെങ്കിൽ ഈ വ്യക്തി പിന്നീട് ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുമോ, ജഡ്ജ് ചെയ്യുമോ എന്നൊക്കെയുള്ള പേടി. പക്ഷേ എനിക്ക് ഇന്നത്തെ കുട്ടികളോട് പറയാനുള്ളത്, ഇപ്പം എൻ്റെയൊക്കെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും ആക്റ്റീവാണ്. ഈ അടുത്ത് ഞാൻ കണ്ട ഒരു ക്ലയൻറ്റ് കല്യാണം കഴിഞ്ഞ് 4 വർഷം ഹസ്ബൻഡ് വൈഫ് ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ വെച്ച് ഇതിൽ ഇവളുടെ പഴയ ഫേസ്ബുക്ക് ഫോട്ടോസിൽ പോയി ചെന്നിട്ട് അതിൽ ഒരാളെക്കുറിച്ച് മാത്രം എന്തുകൊണ്ട് ഇവൾ മെൻഷൻ ചെയ്തില്ല എന്നൊരു ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും പിന്നീട് അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ. അപ്പം ആളുടെ പാസ്റ്റ് എടുക്കുമ്പോഴും ആൾക്ക് അങ്ങനെ വലിയ ട്രസ്റ്റ് ഇഷ്യൂസും കാര്യങ്ങളും ഉള്ള വ്യക്തിയൊന്നും അല്ലായിരുന്നു. പക്ഷേ വൈഫുമായിട്ട് ഇത്രയും അറ്റാച്ച്ഡ് ഒക്കെ ആയി വന്നപ്പം വൈ ഷീ ഈസ് ഹൈഡിങ് ദാറ്റ് ഓൺലി വൺ പർട്ടിക്കുലർ തിങ് ഫ്രം മീ എന്നുള്ളൊരു സാധനം ഉള്ളിലിട്ടിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് പ്രോബ്ലത്തിലേക്ക് അവരെത്തിയതായിട്ട് കാണാം. അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ആ ഒരു ഇമോഷണൽ ബോണ്ട് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ചില റെഡ് ഫ്ലാഗ്സ് കിട്ടുമ്പം നമുക്ക് വിവാഹത്തിലേക്ക് അത് എത്തിക്കുന്നതിന് മുമ്പ് ബ്രേക്ക് ചെയ്യാനും പറ്റും. ഇനി വിവാഹത്തിൽ എത്തിയാൽ തന്നെ മുന്നോട്ട് പോകുമ്പം അങ്ങനത്തെ റെഡ് ഫ്ലാഗ്സിനെ മനസ്സിലാക്കി നമുക്ക് ഏർലി ഇയേഴ്സ് ഓഫ് മാരേജിൽ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യാനും പലപ്പോഴും പറ്റുന്നതാണ്.